ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനേറെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സംസാരിക്കാൻ വലിയ സൗണ്ടൊന്നുമില്ല, പക്ഷെ നമ്മളുടെ ജോലി ആയി പോയാലോ അത് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ രീതിയിലാണ് സംസാരം പോകുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു വ്ളോഗിൽ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് വീട്ടിലെ കിച്ചണിലോട്ട് 2 കിച്ചണിലോട്ടും സിങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു വീട് പണി നടക്കുമ്പോഴാണ് ഒരുപാട് ഡൗട്ട്സ് വരുന്നത്. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഏതെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത്. ശരിക്കും ഞാൻ എത്രയോ വീഡിയോസ്, ഹോം ടൂർ വീഡിയോസ് കണ്ടു നോക്കി എനിക്കൊരു അഭിപ്രായം കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് ഞങ്ങൾ ഇക്കാൻ്റെ കീമോക്കായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇന്ന് നെയ്ച്ചോറ്, പൊട്ടാറ്റോ ഫ്രൈ, കോളിഫ്ലവർ ഫ്രൈ ഇതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഉച്ചയ്ക്ക് നമ്മൾ എന്തായാലും ലഞ്ചിനുണ്ടാവില്ല. പിന്നെ മക്കൾക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അവർക്ക് കറിയൊന്നും വേണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ തന്നെയാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ അരി ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ ഇതുണ്ടാക്കി. അങ്ങനെ പിന്നെ ഫുഡ് മക്കൾക്ക് കൊടുത്തു. പിന്നെ റൂഹിക്കാണെങ്കിൽ റൂഹിനെ എണീപ്പിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ എന്നും റൂഹി കരച്ചിൽ തന്നെ എണീക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ പറയും, ഈ കരയുന്നത് ഇങ്ങനെ വീഡിയോയിൽ കൊടുക്കണ്ടെന്നൊക്കെ. അപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല. പിന്നെ സ്കൂളിൽ പോകാൻ നേരം ആകുമ്പോഴേക്കൊന്ന് ചിരിച്ച് വരും കേട്ടോ. ഇത് കരഞ്ഞ് ഒരു പരുവായിട്ട് പിന്നെ ചിരിച്ചതാട്ടോ. സ്കൂളിൽ ഡ്രസ്സൊക്കെ റെഡിയാക്കിയാൽ പിന്നെ ഒന്ന് ചിരിക്കും. അപ്പോൾ ഇക്കാൻ്റെ ടെസ്റ്റ് റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാൻ. Today, very happy to speak about mango. Mango is sweet food. കീമോ ചെയ്യുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ കീമോക്കായിട്ട് പോവുക. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ കീമോ ചെയ്യുള്ളൂ. അങ്ങനെ പിന്നെ റൂഹിനെ സ്കൂളിലാക്കി. എന്താ പറയുക, ചില സമയത്ത് നമ്മൾ വിചാരിക്കുക എന്തിനാ അവളെ സ്കൂളിൽ ചേർത്തതെന്ന്. അത്രയും ചെറിയ കുട്ടികളെ പോലെയാണ് നമ്മളോട് പെരുമാറുക. ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ടേ കുറച്ച് പാമ്പറിങ് കൂടിപ്പോയി ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മടിയാണ്. വീട്ടിൽ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ് അവൾക്ക് കൂടുതലും ഇഷ്ടം. ഞാൻ സ്കൂളിൽ പോകുമ്പോഴുള്ള ആ ഒരു മുഖത്തെ ഒരു ഭാവം കാണുമ്പോൾ പറഞ്ഞേക്കണ്ടെന്ന് തോന്നും. ഇന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, ഈ ചുമയും പനിയിൽ നിന്ന് മാറി വരുന്നുള്ളൂ. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല ഇവിടുന്ന്. ഇക്കൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അഹങ്കാരം ബൈസ്റ്റാൻഡറായി വന്നിട്ട് ബെഡ് കയറി കിടക്കുന്നത്. ഒന്നുമില്ല, അത് പറയും ബൈസ്റ്റാൻഡേഴ്സിന് ബെഡ് കിടക്കട്ടെ എന്നല്ലേ. അല്ല, നീ അവിടെ വലിയ മുതലാളിയായിട്ട് അവിടെ പോയി കിടക്കുന്നു. പേഷ്യൻസ് ഉണ്ട് അവിടെ. ഇന്ന് ഡോക്ടർ നേരത്തെ പോകുന്നുണ്ട്. ഒന്നുമില്ല, എപ്പോഴെങ്കിലും നിന്റെ ഫോൺ എൻ്റെ കൈ കിട്ടുള്ളൂ. എൻ്റെ ഫോൺ എൻ്റെ കൈ കണ്ട് ഓടി വരുന്ന ആൾ എന്ത് പറ്റി ഇപ്പോൾ? എടുത്ത അപ്പോൾ ഇന്ന് അധികം പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ഡോക്ടർ ഇന്ന് 10:30 ശേഷം ലീവാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ഭയങ്കര മനോഹരമാകും എന്നുള്ളത്. അതായത് കീമോക്ക് പോകുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഒരു ടെൻഷൻ പിടിച്ച കാര്യം തന്നെയാണ്, കേൾക്കുന്നവർക്കും ഒരു ടെൻഷൻ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ എന്താ ആലോചിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീമോയുടെ കാര്യമൊന്നും ആലോചിക്കില്ല. ആ കീമോക്ക് പോകുമ്പോൾ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കഴിക്കാമല്ലോ എന്നാലും മനസ്സിൽ നമ്മൾ തോട്ട് വരും. നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. അത് വലിയ സന്തോഷമൊന്നും ആവില്ലെങ്കിലും നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം നമ്മളത് മറക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. കീമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ ഞങ്ങൾ അവിൽ മിൽക്കും കഴിച്ചു. അതും ഒരു സന്തോഷം തന്നെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കുക എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഐഷാസ് കാർട്ടിൻ്റെ ഓഫീസിലോട്ടാണ് പോയത്. വീട്ടിലോട്ടും പോയി. ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഫംഗ്ഷന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇട്ടുള്ള ഈ ഒരു ഹിജാബ് കണ്ടോ, ഇത് മൊജ ബ്രാൻഡിൻ്റെ നല്ല ബ്ലാക്ക് ഹിജാബ്സ് എന്ന് പറയാൻ പറ്റില്ല, ജെറ്റ് ബ്ലാക്ക് എന്ന് പറയേണ്ടി വരും. ഒരു സ്പെഷ്യൽ ഹിജാബാണ്. ഭയങ്കര ഡാർക്ക് കളറാണ് ഇതിൻ്റെ ആ ഒരു കളർ വരുന്നത്.
ഭയങ്കര കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും പറയാനുണ്ട് ഈ ഒരു അൺബോക്സിങ്ങിൻ്റെ കൂടെ. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇട്ടുള്ള ഈ ഒരു ജെറ്റ് ബ്ലാക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറഞ്ഞുതരാം. ഇതാണ് ജെറ്റ് ബ്ലാക്ക്. ഇങ്ങനൊരു പാക്കിലാണ് വരുന്നത് കേട്ടോ, മൊജൻ്റെ ജെറ്റ് ബ്ലാക്ക്. ഇതിന് ട്രിപ്പിൾ ബ്ലാക്ക് എന്നും പറയും. അടിപൊളി പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. പിന്നൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണ്, നല്ല അടിപൊളിയാണ്, നല്ല കളറാണ്. അതാണ് ഫസ്റ്റ് പറയാനുള്ളത് കേട്ടോ. വേഗം തന്നെ വാങ്ങിച്ചോളൂ. ഇനി ബ്ലാക്ക് ഹിജാബ്സ് നോക്കുന്നവർ മൊജനെ പറ്റി ഞാൻ അധികം പറയേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹിജാബ്സ് എന്ന് പറയുമ്പം എല്ലാവരും വായിലും ഹിജാബ് എന്ന പേരിനേക്കാളും കൂടുതൽ മൊജ ഹിജാബ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കാറ്. കാരണം അത്രയ്ക്കും ആ ഒരു ബ്രാൻഡ് എല്ലാവർക്കും ഫെമിലിയറായി. പിന്നെ മൊജ ഹിജാബ്സ് യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞാനും മൊജ ഹിജാബ്സിൻ്റെ ഭയങ്കര ഫാനാണ്. ഭയങ്കര കംഫർട്ടബിളാണ് ആ ഹിജാബ്സ്. പുതിയ ഹിജാബ്സിൻ്റെ ബ്രാൻഡ്സൊക്കെ കുറേ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഹിജാബ്സാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്, മൊജ ഹിജാബ്സ്. അപ്പോൾ മൊജ ഹിജാബ്സിൽ ജോർജറ്റ് ഹിജാബ്സാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കാൻ പോകുന്നത് മൊജ ഹിജാബ്സിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജേഴ്സി, ഓർഗാൻസ, പിന്നെ ജോർജറ്റ് ഹിജാബ്സും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമല്ല കേട്ടോ. അതായത് ഹോൾസെയിലായിട്ട് ഹിജാബ്സൊക്കെ വാങ്ങിച്ചിട്ട് റീസെയിൽ ചെയ്യുന്നവരുണ്ടല്ലേ, അതുപോലെ തന്നെ ഷോപ്പിനായിട്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരില്ലേ, അതുപോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ഇൻകം കിട്ടാനായിട്ട് ഏൺ ചെയ്യാനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഹിജാബ്സ് സെയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം സിംഗിൾ പ്രൊഡക്റ്റ് മതിയെങ്കിൽ അങ്ങനെ വിവിധ തരം കസ്റ്റമേഴ്സാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും പറ്റിയ ഒരു നല്ലൊരു സംഭവമാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഹോൾസെയിലായിട്ട് ചെയ്യുന്നവർക്കായിരിക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ. കാരണം മൊജ ഹിജാബ്സിൻ്റെ ട്രെൻഡിങ് കളക്ഷൻസ് ആയിട്ടുള്ള ഓർഗാൻസ ഹിജാബ്സും അതുപോലെ തന്നെ ജേഴ്സി ഹിജാബ്സൊക്കെ ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോൾസെയിലായിട്ട് ഷോപ്പിലോട്ടൊക്കെ വേണ്ടവർക്ക്, അല്ലെങ്കിൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് ജാബോക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റീറ്റെയിൽ ആവശ്യങ്ങൾക്കായിട്ടും അല്ലെങ്കിൽ സിംഗിൾ പ്രൊഡക്റ്റിനായിട്ടും നിങ്ങൾ ഹിജാബ് കേരള എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മൊജയുടെ എല്ലാ തരം കളക്ഷൻസും വന്നിട്ടുണ്ട്. ട്രെൻഡിങ് ഹിജാബ്സ് ആയിട്ടുള്ള ഓർഗാൻസ, ജേഴ്സി, അതുപോലെ തന്നെ ജോർജറ്റ്, നമ്മുടെ നോർമൽ ഹെവി ഷിഫോൺ എല്ലാതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഈ 2 പേജസും ചെക്ക് ചെയ്യാം കേട്ടോ. ഹിജാബ്സ് മാത്രമല്ല, ഹിജാബ് ആക്സസറീസും അവൈലബിൾ ആണ്. മൊജയുടെ തന്നെ ഹിജാബ് ആക്സസറീസ് അവൈലബിൾ ആണ്. എല്ലാ തരം ആക്സസറീസും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. 2 പേജസും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ബൾക്ക് പർച്ചേസിനായിട്ട് ജാബോക്സും അതുപോലെ തന്നെ സിംഗിൾ പർച്ചേസിനായിട്ട് ഹിജാബ് കേരള പേജും ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. എവിടേക്ക് വേണമെങ്കിലും ഷിപ്പ് ചെയ്യൂ കേട്ടോ. ഇത് മൊജയുടെ ജേഴ്സി ഹിജാബ്സ് കേട്ടോ, ജേഴ്സി ഹിജാബ്സ്. വൈറ്റ് ഓർഗൻസ. ഇത് മൊജയുടെ ഓർഗൻസ ഹിജാബ്സിലുള്ളതാണ്. ഹെവി ഷിഫോൺ മൊജയുടെ, രണ്ടും കളർ ഡിഫറൻസ്. ഇത് ട്രിപ്പിൾ ബ്ലാക്ക് ആണ് വരുന്നത്. ഇത് ഹെവി ഷിഫോൺ, ഇതും ഷിഫോൺ. ഇത് ഹിജാബ് സ്റ്റൈലിംഗ് എസെൻഷ്യൽസ് ആണ്. അത്യാവശ്യം ഹിജാബ് സ്റ്റൈൽ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ എസെൻഷ്യൽസും ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു പാക്കിൽ. ഇത് മൊജയുടെ ഹിജാബ് ആക്സസറീസിൽ പെട്ടതാട്ടോ. ഇത് ഹിജാബ് ടേപ്പ്, സ്റ്റൈലിംഗ് ടേപ്പ് മൊജയുടെ. ഹാൻഡ് സ്ലീവ്, നല്ല കുഞ്ഞു ബീഡുള്ള ഇത് പിന്ന്, ഹിജാബ് പിൻസ്, സ്റ്റൈലിംഗ് പിൻസ്. ഇതും ഒരു ടൈപ്പ് പിന്നാണ്. ഇതും ഓക്കെ. ഹാൻഡ് സ്ലീവ്.
ഇത് മൊജയുടെ ട്രിപ്പിൾ ബ്ലാക്ക് കേട്ടോ, ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഇടാനും പറ്റും, പിന്നൊന്നും ഇല്ലാണ്ട് തന്നെ ഇടാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഹിജാബ്സാണ് മൊജയുടെ ഉള്ളതും. ഓക്കെ, ഇന്നൊന്നും ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് മൊജയുടെ ഓർഗൻസ വൈറ്റ് ഹിജാബ് കേട്ടോ. ഭയങ്കര ഒരു പാർട്ടി വെയർ ലുക്ക് വരും ഇതുപോലെ വൈറ്റ് ഓർഗൻസ, വൈറ്റല്ല ഓർഗൻസ ഹിജാബ്സ്. ഞാൻ എൻ്റെ പാർട്ടി വെയർ ഡ്രസ്സിലൊക്കെ കൂടുതലും ഓർഗൻസ ഹിജാബ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു കംഫർട്ടബിളായിട്ട് ജസ്റ്റ് ഒരു പിന്ന് കുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. മൊജയുടെ ഓർഗൻസ ഹിജാബ്സിലുള്ള ഇത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റാണെന്ന് തോന്നുന്നു. സോഫ്റ്റ് ഓർഗൻസയാണ്. ഏറ്റവും നല്ലൊരു ലുക്കാണ്, ഒരു പാർട്ടി വെയർ ലുക്കാണ്. ജേഴ്സിക്ക് പിന്നെ പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അത് വേറൊരു ലുക്കാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഹിജാബ് അണ്ടർ ക്യാപ്പിൻ്റെ ആവശ്യമില്ല. ഇത് പിന്നെ മൊജയുടെ ജോർജറ്റ് ഹിജാബ്സ്, അത് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹിജാബാണ് പണ്ട് മുതലേ. നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ മറക്കണ്ട, ബൾക്കായിട്ട് പർച്ചേസിങ്ങിന് ആവശ്യമുള്ളവർക്ക് ജാബോക്സ് പേജും അതുപോലെ തന്നെ സിംഗിൾ പർച്ചേസിനായിട്ട് ഹിജാബ് കേരള പേജും ചെക്ക് ചെയ്യുക. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ബൈ. ഇന്ന് നമ്മുടെ കിച്ചണിൽ നല്ല ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു 5 പീസിൻ്റെ ഒരു കിച്ചൺ ഓർഗനൈസർ സെറ്റാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ 4 ജാറ് വരുന്നുണ്ട്, കൂടെ നല്ലൊരു വുഡൻ ട്രേയും കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും നല്ലൊരു ട്രേ ആണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ടേബിളിലൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയാവും. ഇതിൽ നട്ട്സ് അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ കൊടുത്തിട്ടുള്ളത് നട്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലാണ്, അങ്ങനെയും വെക്കാം. പിന്നെ അത് എയർ ടൈറ്റ് ആണ് കേട്ടോ, നല്ല എയർ ടൈറ്റ് ആയിട്ട് എടുക്കും. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ഇങ്ങനെ 4 ജാറ് വരുന്നുണ്ട്. 685 ml ആണ് ഒരു ജാറ് വരുന്നത് കേട്ടോ. അപ്പം വുഡൻ ലിഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കാം, ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കൊടുക്കാം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി കിച്ചൺ ഓർഗനൈസറാണ്. അതായത് നട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പാത്രം കേട്ടോ. 4 കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്. ഫുള്ളി കംപ്ലീറ്റ്ലി ഗ്ലാസ് ആണ്, കുറച്ച് ഹെവി ആണ്. ലിഡും ഗ്ലാസ് ആണ്, ഇതിൻ്റെ ബോളും ഗ്ലാസ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ട്രേയും കൂടി വരുന്നുണ്ട്. ഇങ്ങനെ 4 പാത്രവും 4 ബോളും അതിൻ്റെ കൂടെ ട്രേയും കൂടി കൂടിയിട്ടുള്ള 5 സെറ്റ് വരുന്ന ഒരു സ്റ്റോറേജ് സെറ്റാണിത്. അപ്പം ഇത് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാതും കിട്ടുന്നതായിരിക്കും. അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർ ഇനി ഇൻസ്റ്റഗ്രാം ഇല്ല വിചാരിച്ചിട്ട് നമ്മളെ ഡീറ്റെയിൽസ് ഒന്നും അറിയാണ്ടിരിക്കേണ്ട, അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള വുഡൻ ട്രേ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ഷേപ്പിൽ, ഓവലല്ല വേറൊരു ഷേപ്പിലുള്ള വുഡൻ ട്രേ ആണ്. അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അന്നത്തേലും കുറച്ച് അത് കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ ട്രേ. ഇത് 3 പീസ് വരുന്ന വുഡൻ ട്രേ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ വലിയത്, അതിന് ഏറ്റവും വലുത്. ഇതും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. ഇങ്ങനെ 3 പീസ് വരുന്ന സെറ്റാണ് കേട്ടോ വരുന്നത്. ട്രേ സെറ്റ് ബാംബു വുഡൻ ട്രേ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ. താഴെ ഞാൻ നമ്പർ കൊടുക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ. വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ പുതിയ വീട്ടിലേക്ക് കിച്ചണിലോട്ട് സിങ്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. മീൻസ് സിങ്ക് ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കണം, എന്നാലേ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ സിങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഞ്ഞിപ്പുര ഉള്ള സിൽവാനിലോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ അവിടെ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റി സിങ്കുകൾ എന്ത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ നമ്മളോട് ആർക്കിടെക്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത് നോക്കണം എന്നൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ കൺഫ്യൂഷൻസ് ആയി, കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സിങ്കിൽ തന്നെ മാറ്റ് ഫിനിഷുള്ള സിങ്ക് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഗ്ലോസി ഫിനിഷ് ഉണ്ടാവും, മാറ്റ് ഫിനിഷ് ഉണ്ടാവും. അതിൽ മാറ്റ് ഫിനിഷ് എടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. ആദ്യം ഞാൻ ഡബിൾ ബൗളുള്ള സിങ്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് മാറ്റ് ഫിനിഷിൽ. പിന്നെ വിചാരിച്ചു
ഡബിൾ ബൗളിനേക്കാളും സിംഗിൾ ബൗളല്ലേ നല്ലത്, എന്നാൽ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് എന്നുള്ളത്. ഇത് ഡബിള് മാറ്റ് ഫിനിഷിൻ്റെ ഡബിള്, ഇതൊക്കെ മാറ്റ് ഫിനിഷാണ്. ഇത് സിംഗിളിൽ മാറ്റ് ഫിനിഷാണ്. പിന്നെ ഇതാണ് ഗ്ലോസി, ഇത് പണ്ടത്തെ മോഡൽ ഗ്ലോസി, നല്ല തിളക്കമുള്ളത്. അപ്പം ഗ്ലോസി ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പോൾ ഏതപ്പോൾ ബെറ്റർ എന്ന് പറഞ്ഞത്? ഇത് മാറ്റ് ഫിനിഷിൽ വേഗം കാണൂല്ലേ, അതിൽ കാണൂല. അപ്പോൾ ഇത് ഡബിൾ ബൗളുള്ളതിൽ മാറ്റ് ഫിനിഷിൽ ഡബിൾ ബൗൾ ഇതും സിംഗിൾ അതും. ഇനി ഇതിൽ വലിയതുണ്ടോ ഡബിൾ ബൗളിൽ? പണ്ടത്തെ മോഡലല്ലേ? അത് കാണുമ്പോൾ ഷീറ്റ് പോലെ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോലെ. എല്ലാവരും കൊണ്ടുപോകുന്ന ഏതാ ടൈപ്പ്? ഇതില്ലേ? അങ്ങനെയാണല്ലേ. ഏത്? ഇതെന്താ ഗ്രാനൈറ്റോ? കാർബൺ കോട്ടിംഗ് കാർബൺ കോട്ട് കളർ ഫീഡ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ സ്ക്രബ് വെച്ച് ഇതിലിപ്പോൾ ഏതായിരുന്നു? ഇത് നമ്മൾ ആർക്കിടെക്ട് അയച്ചിരുന്നത്. ഈ ഒരു ബ്രാൻഡല്ല അയച്ചു തന്നിട്ടുള്ളത്? ഫ്രാങ്കിയോ? ഇത് മാറ്റ് ഫിനിഷ് അല്ലേ? മാറ്റ് ഫിനിഷിൽ ഫ്രാങ്കി സിംഗിൾ ബൗൾ. അപ്പോൾ ഇതെടുത്താലോ? അപ്പോൾ ഇപ്പോൾ കാണിച്ച ആ ഒരു മാറ്റ് ഫിനിഷിൻ്റെ സിംഗിൾ ബൗളിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ അത്രയും റേറ്റിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ വർക്കേരിയ കിച്ചണിലോട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അസർവയുടെ ഈ ഒരു ഹണി കോംബ് സിങ്ക്, അത് നമ്മൾ ഫസ്റ്റത്തെ കിച്ചണിലോട്ട്, ഷോ കിച്ചണിലോട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങളുടെ സജഷൻസ് ഒന്ന് അറിയിക്കുക. ഇതുപോലത്തെ സിങ്ക് മുമ്പ് വാങ്ങിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. അപ്പം ഈ 2 ബ്രാൻഡ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആവുമായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മളിപ്പം സെലക്ഷന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമ്മളെ കിച്ചൺ റെഡിയാക്കാൻ. പിന്നെ ഇവിടെ ഒരുപാട് സിങ്കുകളുണ്ട് കേട്ടോ, ഇങ്ങനത്തെ സിങ്കുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഇതൊക്കെ കാണാൻ ഭംഗിയല്ലേ ഉണ്ടാവുള്ളൂ, നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാൻ ഇതൊന്നും വല്ലാണ്ട് നോക്കുന്നില്ല. കാരണം സിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഉപയോഗം നടക്കണം. ഇതൊക്കെ അധികം കുക്കിംഗ് ചെയ്യാത്ത സ്ഥലത്തായിരിക്കും ആവശ്യം അങ്ങനത്തെ ഈ സിങ്കുകളൊക്കെ. അപ്പം ഞങ്ങളെന്തായാലും അത്യാവശ്യം കുക്കിംഗ് ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ പിന്നെ അത് എന്തായാലും ഞങ്ങൾക്ക് അത് ഉപയോഗപ്പെടില്ല. അപ്പോൾ സിൽവാനിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്തായാലും പറഞ്ഞു തരാം കേട്ടോ, അഭിപ്രായങ്ങൾ ഏത് ടൈപ്പ് സിങ്കാണ് ബെസ്റ്റ് എന്നുള്ളതൊക്കെ കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോയി. വീട് പണീൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനവിടെ വീട് പണീൻ്റെ അവിടുത്തെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് അവിടെ ഒറ്റ പോയി ഇങ്ങോട്ടൊക്കെ പോകുന്നു, അത്ര തന്നെ. ഇവിടെ നിൽക്കാനല്ല കേട്ടോ, അപ്പോൾ പോവേ വീട്ടിലേക്ക്, ഫ്ലാറ്റിക്ക്. കൈ പിടിച്ചു എങ്ങനെ? ഒന്നുകൂടെ പറ. കൈ നല്ലപോലെ പിടിക്കുക. ജസ്റ്റ് പോ പ്ലീസ് പറഞ്ഞു. പൂച്ച എങ്ങനെ ആക്കണം നോക്കട്ടെ. പൂച്ച എങ്ങനെ ആക്കി? എങ്ങനെ ആക്കിയത്? അങ്ങനെ പൂച്ച ആക്കല്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.